ഹായ് മക്കളെ, വെൽക്കം ടു ആർക്കെനെക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേ ഒപ്റ്റിക്സിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്. ഒരുപാട് എക്സാമുകൾക്ക് പല രീതിയിലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന ലെൻസുകൾ നോർമലി തിൻ ലെൻസസ് ആണ്. തിൻ ലെൻസ് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഒരുപാട് ഡിസ്റ്റൻസ് സെൻറ്ററിൽ വരാത്ത ടൈപ്പ്, അതിനാണ് നമ്മൾ തിൻ ലെൻസസ് എന്ന് പറയാം. അതിൻ്റെ തിൻ ലെൻസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് അത് കോണ്ടാക്റ്റിൽ വെക്കുക. ഒന്നിലധികം ലെൻസുകൾ ഇതാ ഞാനിവിടെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വരച്ചതൊക്കെ കോൺവെക്സ് ലെൻസ് ആണ്. അങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു കോൺവെക്സിന്റെ അടുത്തൊരു കോൺകേവ് വെക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഭയങ്കര തിന്നായിരിക്കണം. നമ്മൾ ഈ വരക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ലെൻസുകളാണ് വരക്കുന്നത്. പക്ഷെ ശരിക്ക് അതെന്താവണം, തിൻ ലെൻസുകൾക്കുള്ളതാണ് നമ്മൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്? ഒരു 3 ലെൻസുകൾ ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ 3 ലെൻസുകളും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോ ആദ്യത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് F1 ആണ്, രണ്ടാമത്തേതിന്റെ ഫോക്കൽ ലെങ്ത് F2 ആണ്, മൂന്നാമത്തെ ആളുടേത് F3 ആണെന്ന് വിചാരിക്കും. അങ്ങനെ 3 ലെൻസുകൾ ഉണ്ട്. അപ്പൊ ഈ 3 ലെൻസുകളും കൂടെ വെക്കുമ്പോൾ ഇതിനൊരു ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ഉണ്ടാവും. അതായത് ഈ 3 ആളും കൂടെ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 3 ആൾക്കും കൂടെ പകരം ഒരു ലെൻസ് വെക്കാൻ പറ്റിയാൽ അതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കുമോ ആ ഫോക്കൽ ലെങ്തിനാണ് നമ്മൾ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഈ 3 പേരും കൂടെ ഉണ്ടാക്കുന്നത് പോലെ ഇമേജ് ഉണ്ടാക്കാൻ പറ്റിയ ഒരൊറ്റ ആൾ, അയാളുടെ ഫോക്കൽ ലെങ്ത്, അതാണ് ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് കിട്ടാന്നറിയോ? ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് കിട്ടാൻ 1/f ഇക്വലന്റ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 പ്ലസ് 1/f3. ഈ 1 ഫോക്കൽ ലെങ്ത് ഉണ്ടല്ലോ, അതിന് വിളിക്കുന്ന പേരാണ് ശരിക്കും പവർ. റെഡി അല്ലേ? പവർ ഓഫ് എ ലെൻസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? പവർ എങ്ങനെയാ കിട്ടുക? 1/f. പവറിന്റെ യൂണിറ്റ് എന്താ വരിക? ഡയോപ്റ്റർ. പക്ഷെ ഫോക്കൽ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്ററിൽ തന്നെ വെച്ചാലേ പവർ എന്ത് വരുള്ളൂ? ഡയോപ്റ്റർ വരുള്ളൂ. പവർ ഓഫ് എ ലെൻസ് അറിയാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറയാൻ വേണമെങ്കിൽ പവർ ഓഫ് എ ലെൻസ്, പവർ ഓഫ് എ ലെൻസ് എങ്ങനെയാ കിട്ടുക? പവർ is equal to 1/f ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോക്കൽ ലെങ്ത് എന്തിൽ എഴുതണം? ഫോക്കൽ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്ററിലായിരിക്കും. ഡയോപ്റ്റർ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നോക്ക്, 1/f ഇക്വലന്റ് പറഞ്ഞു. അപ്പൊ ഈ 1/f വിളിക്കുന്ന പേരാണ് പവർ. അപ്പൊ ആദ്യത്തെ പവർ ഇക്വലന്റ് ആണ്. പവർ ഇക്വലന്റ് is equal to P1 പ്ലസ് P2 പ്ലസ് P3 ആയിരിക്കും. അതേപോലെ മാഗ്നിഫിക്കേഷനും കൂടെ പറയാറുണ്ട് നമ്മൾ. മാഗ്നിഫിക്കേഷൻ പറയുമ്പോൾ എങ്ങനെയാ വരിക? M ഇക്വലന്റ് is equal to M1 ഇൻറ്റു M2 ഇൻറ്റു M3 ആയിരിക്കും. ഇനി ഇതിൽ കൂടുതൽ ലെൻസുകൾ ഉണ്ടെങ്കിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഈ ഓർഡറിൽ അങ്ങനെ വിട്ടുപോയാൽ മതി. റെഡി? ഇങ്ങനെയാണ് വരിക. ഈ 3 എണ്ണം വെച്ചിട്ട് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. റെഡി? പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. If 2 convex lenses each of focal length 10 centimeter are placed in contact. 2 കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. If 2 convex lenses each of focal length 10 centimeter are placed in contact, the power of the combination is. കോമ്പിനേഷന്റെ പവർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പവർ എങ്ങനെ കിട്ടും? പവർ, കോമ്പിനേഷന്റെ പവർ, ഇക്വലന്റ് പവർ എങ്ങനെ കിട്ടും? P1 പ്ലസ് P2 ചെയ്താൽ മതി. ഇവിടെ രണ്ടാളുടെയും ഫോക്കൽ ലെങ്ത് സെയിം അല്ലേ? അപ്പൊ രണ്ടാളുടെയും പവർ സെയിം ആയിരിക്കും. അപ്പൊ പവർ എങ്ങനെ കിട്ടും? 1/f. ഫോക്കൽ ലെങ്ത് ഇവിടെ എത്രയാ തന്നത്? 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അതിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പവർ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നറിയോ? ഈ ഫോക്കൽ ലെങ്ത് ഉണ്ടല്ലോ, ഇത് സെന്റിമീറ്ററിലാണ് തന്നതെങ്കിൽ നമ്മൾ മുകളിൽ 100/, ഇങ്ങനെ ചെയ്താൽ മതി. സെയിം ആണ് കേട്ടോ. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുക. പവർ is equal to 100/, ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണെങ്കിൽ. അപ്പൊ ഇത് ഉപയോഗിക്കാം നമുക്ക്. 100 ഡിവൈഡ് ബൈ ഫോക്കൽ ലെങ്ത് എത്രയാ? 10 സെന്റിമീറ്റർ. അപ്പൊ 10 ഡയോപ്റ്റർ ആണ് വരുന്നത് ഒരു ലെൻസിൻ്റെത്. അപ്പൊ എങ്ങനെയാ ഉണ്ടാവുക? ആദ്യത്തെ P1 10 തന്നെ, P2 10 തന്നെ. അപ്പൊ എത്ര വരും? 20 ഡയോപ്റ്റർ ആയിരിക്കും നമ്മുടെ ഇക്വലന്റ് പവർ. മൂന്നാമത്തെ ഓപ്ഷൻ 20 ഡയോപ്റ്റർ. റെഡി അല്ലേ? അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2 lenses of powers +4 diopter and -2 diopter are in contact. The focal length of the combination is. ഫോക്കൽ ലെങ്ത് ആ ചോദിച്ചത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? P ഇക്വലന്റ് കണ്ടുപിടിക്കാൻ നമുക്ക്. P ഇക്വലന്റ് എത്രയാ കിട്ടുക? P1 പ്ലസ് P2.
P1 പ്ലസ് P2 ചെയ്താൽ P1 എത്രയാ 4 ഡയോപ്റ്റർ, P2 എത്രയാ -2 ഡയോപ്റ്റർ. അപ്പൊ എത്ര കിട്ടും? 2 ഡയോപ്റ്റർ ആണ് വരുന്നത്. +2 ഡയോപ്റ്റർ. അതിന്റെ ഫോക്കൽ ലെങ്ത് പക്ഷേ ചോദിച്ചത്. ഫോക്കൽ ലെങ്ത് എങ്ങനെ കിട്ടും? പവർ is equal to 1/f അല്ലേ? അപ്പൊ F is equal to 1/P ചെയ്താൽ മതി. 1/P എന്ന് പറഞ്ഞാൽ 1/2. ഇത് മീറ്ററാ ശരിക്ക്. 1/2 മീറ്റർ, ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ എത്രയാ? 50 സെന്റിമീറ്റർ അല്ലേ? അപ്പോ ഓപ്ഷൻ 1 ആണ് ആൻസർ. 50 സെന്റിമീറ്റർ, ഓപ്ഷൻ 1. ക്ലിയർ ആണോ? അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ കൺവേർജിംഗ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ. ഓക്കെ, കൺവേർജിംഗ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺവേർജിംഗ് ലെൻസ് എന്ന് പറഞ്ഞാൽ നോർമലി കോൺവെക്സ് ലെൻസിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? നോർമൽ കേസിലൊക്കെ കോൺവെക്സ് ലെൻസ് എന്താണ്? കൺവേർജിംഗ് ആണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാ? 15 സെന്റിമീറ്റർ. അപ്പോൾ കൺവേർജിംഗ് ലെൻസ് വരികയാണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ പോസിറ്റീവ് എടുത്തോളണം. ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ ഡൈവേർജിംഗ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തേത് ഡൈവേർജിംഗ് ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നമ്മൾ നെഗറ്റീവ് എടുത്തോളണം. എന്നിട്ട് എന്താ ചോദിച്ചത്? ദി നേച്ചർ ഓഫ് ദി കോമ്പിനേഷൻ ഈസ്. രണ്ട് ലെൻസ് അടുപ്പിച്ച് വെച്ചു. ഒരാൾ കൺവേർജിങ്, ഒരാൾ ഡൈവേർജിങ്ങും ആണ്. ഒരാളുടെ കൺവേർജിങ്ങിന്റെ ഫോക്കൽ ലെങ്ത് 15ഉം ഡൈവേർജിങ്ങിന്റെ ഫോക്കൽ ലെങ്ത് 10ഉം ആണ്. എന്നിട്ട് ചോദിച്ചാൽ ഈ രണ്ടിനും കൂടി കോമ്പിനേഷൻ എന്ത് ചെയ്യും? കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ രണ്ടും ആവൂലേ? കനോട്ട് ബി ഡിറ്റർമിൻഡ്. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് അറിയാം, നോക്ക്, ഞാനിപ്പോ പറഞ്ഞ പോലെ കൺവേർജിങ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ഡൈവേർജിങ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവും ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ഈ രണ്ടെണ്ണത്തിനും കൂടെ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ച് നോക്കാം. ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാ ഉണ്ടാവുക? 1/f equivalent is equal to 1/f1 plus 1/f2. ഇങ്ങനെയല്ലേ വരിക? അപ്പൊ 1/f1 എന്ന് പറഞ്ഞാൽ 15, f2 എന്ന് പറഞ്ഞാൽ -11, -1/10 ഇട്ടാ പോരെ? ഇങ്ങനെ വരിക. അപ്പോൾ രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 10 - 15 ഡിവൈഡ് ബൈ 150. മുകളിൽ എത്രയാണ് വരുന്നത്? -5, താഴെ 150. കട്ട് ചെയ്താൽ -1/30 എന്ന് വരും. അപ്പൊ ഫോക്കൽ ലെങ്ത് എത്രയാണ് വരുന്നത്? F ഇക്വലന്റ് -30 സെന്റിമീറ്റർ അല്ലേ? ഈ -30 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴേ നെഗറ്റീവ് അല്ലേ വന്ന്? അപ്പൊ ഡൈവേർജിങ് ആണ്. ഓപ്ഷൻ 2 ഡൈവേർജിങ് ആണ് ലെൻസ്. റെഡി? അടുത്ത നോക്ക്. ടു തിൻ ലെൻസസ് ഓഫ് സെയിം ഫോക്കൽ ലെങ്ത് ബട്ട് വൺ ഈസ് കോൺവെക്സ് ആൻഡ് ദി അതർ വൺ ഈസ് കോൺകേവ്. രണ്ട് ലെൻസ് ഉണ്ട്, രണ്ടിന്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണ്. പക്ഷെ ഒന്ന് എന്താണ്? കൺവേർജിങ് ആണ്, ഒന്ന് ഡൈവേർജിങ് ആണ്. അതായത് ഒന്ന് കോൺവെക്സ് ആണ്, ഒന്ന് കോൺകേവ് ആണ്. വെൻ ദേ ആർ പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ദി ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷന്റെ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് എത്ര വരുന്നതാണ്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ആദ്യത്തെ ആളുടെ ഫോക്കൽ ലെങ്ത് നിങ്ങൾ +f എടുത്താൽ അടുത്ത ആളുടെ ഫോക്കൽ ലെങ്ത് നിങ്ങൾ -f എടുക്കേണ്ടി വരും. അപ്പോ 1/f equivalent equal to 1/f1 plus 1/f2 ആണ്. അപ്പൊ ആദ്യത്തേത് 1/f-ഉം പിന്നത്തേത് 1/-f. അപ്പൊ രണ്ടും കൂടെ 0 ആയി പോയില്ലേ? അപ്പൊ f ഇക്വലന്റ് എഴുതുമ്പോൾ എന്ത് വരും? 1/f equivalent 0 ആണ്. അപ്പൊ 1/f equivalent 1/0 എത്ര ഉണ്ടാവും? ഇൻഫൈനൈറ്റ് ആയിരിക്കും ആൻസർ. ഇൻഫൈനൈറ്റ്. റെഡി? അടുത്ത നോക്കാലോ. അടുത്ത യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ. ഇൻ ദി ഫിഗർ ഷോൺ ഹിയർ, വാട്ട് ഈസ് ദി ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ലെൻസസ് അസ്യൂം ദാറ്റ് ഓൾ ലെയേഴ്സ് ആർ തിൻ. ഞാൻ പറഞ്ഞു തിൻ ലെൻസസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ എന്താ ഫിഗറിൽ നോക്ക്, നിങ്ങൾ ഇങ്ങനെയാണുള്ളത്. ഇവിടെ ശരിക്കും 3 ലെൻസുകൾ ഉണ്ട്. ഇതൊരു പ്ലാനോ കോൺവെക്സ്, ഇതൊരു കോൺവെക്സ്. ഇതിൽ എല്ലാ സ്ഥലത്തും റേഡിയസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റേഡിയസിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. R1 R2 ഒക്കെ പറയുന്നുണ്ട്. ഈ R1 R2 ഒക്കെ റേഡിയസുകളൊക്കെ 20 സെന്റിമീറ്റർ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് 1.6ഉം നടുക്കുള്ളത് 1.5 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും 3 ലെൻസിന്റെ കോമ്പിനേഷൻ ആണ്. നമ്മളോട് എന്താ ചോദിച്ചത്? ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ആ ചോദിച്ചത്. ഫോക്കൽ ലെങ്ത് എങ്ങനെയാ ശരിക്കും കിട്ടുക? ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ടുണ്ടെങ്കിൽ 1/f is equal to n lens -1 into 1/r1 minus 1/r2.
R2. ഇങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. 1/R1 മൈനസ് 1/R2 ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഇത് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ 3 ലെൻസ് അല്ലേ ഉള്ളത്, നോക്ക് നിങ്ങൾ. ആദ്യത്തെ ലെൻസ് ഏതാ? ഇങ്ങനെ വരുന്നൊരു ലെൻസ്. ഓക്കെ, ഒരു പ്ലാനോ കോൺകേവ് ലെൻസാണ് ആദ്യത്തെ, പ്ലസ് ഒരു കോൺവെക്സ് ലെൻസാണ് അടുത്തത് വീണ്ടും ഒരു പ്ലാനോ കോൺകേവ് ലെൻസാണ്. പ്ലാനോ കോൺകേവ് അല്ലേ അത്? പ്ലാനോ കോൺകേവ് ഇങ്ങനെയാണുള്ളത്. ഒരു സൈഡ് പ്ലെയിനും മറ്റേ സൈഡ് കോൺകേവും. ഇത് മൂന്നും കൂടാണ്. എടാ ഇതിന്റെ ഫോക്കൽ ലെങ്ത് F1 ആണെന്ന് ഇരിക്കും, ഇതിൻ്റെ ഇത് F2. എടാ ഇത് F3 എന്ന് ഇടേണ്ടത് F1 തന്നെ ഇട്ടോ, കാരണം ഇത് രണ്ടും സെയിം അല്ലേ വരിക. കാരണം സംഗതികളൊക്കെ സെയിം ആണ്. നോക്ക്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്, റേഡിയസും സെയിം ആണ്. അപ്പൊ പിന്നെ ഇയാളുടെ ഫോക്കൽ ലെങ്ത് ഇയാളുടെ ഫോക്കൽ ലെങ്ത് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒന്ന് F1 ഇട്ടാൽ മറ്റേത് F1 തന്നെ ഇട്ടോ, കാൽക്കുലേഷൻ എളുപ്പം. അപ്പൊ നമുക്ക് 1/F ഇക്വലന്റ് ഈക്വൽ ടു 1/F1 പ്ലസ് 1/F2 പ്ലസ് 1/F3 എന്ന് എഴുതാം. F3 എന്ന് എഴുതണ്ട, F1 തന്നെ എഴുതാം. അപ്പൊ എന്ത് വന്നു? 2/F1 പ്ലസ് 1/F2. ഇതാണ് ചെയ്യേണ്ടത്. റെഡി? ഇനി ഓരോന്ന് വാല്യൂ എഴുതാം. 1/F ഇക്വലന്റ് ഈക്വൽ ടു 2/F1. ആ 1/F1 എങ്ങനെ കിട്ടും? നിങ്ങളൊന്ന് നോക്ക്. ഇതൊരു പ്ലാനോ കോൺകേവ് ആണ്. പ്ലാനോ കോൺകേവ് ആണ് ആദ്യത്തെ. നോക്കിക്കോ, ഇതാ ഇങ്ങനെയുണ്ട്. ഒരു സൈഡ് പ്ലെയിനും മറ്റേ സൈഡ് ഒരു കോൺകേവും ഇങ്ങനെയാണ്. അപ്പൊ ഒരു സൈഡിന്റെ റേഡിയസ് ഉണ്ടല്ലോ, R1 നമ്മൾ ഇൻഫിനിറ്റി എന്ന് എടുക്കും, R2 നമ്മൾ 20 എന്ന് എടുക്കും. അതും +20 ആയിരിക്കും എടുക്കുക. കാരണം എടാ ഇങ്ങനെയല്ലേ നിൽക്കുന്ന, അപ്പൊ ഇതിന്റെ സെന്റർ ഇവിടെ അല്ല, അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യുന്നത് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പൊ +20. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? N ലെൻസ് എത്രയാ? 1.6 ആണ്. അതൊക്കെ അവിടെ കൊടുക്കാലോ. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? ഇത് 1/F അല്ലേ? 1/Fന്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ പറഞ്ഞല്ലോ. അതായത് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് N ലെൻസ് -1. അപ്പം 1.6 -1 ഇൻറ്റു 1/∞ മൈനസ് 1/20. ഇങ്ങനെയല്ലേ വരിക? നോക്ക്. അടുത്തത് പ്ലസ് 1/F2. F2 എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ? ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? 1.5. അപ്പൊ എന്ത് എഴുതാം? N ലെൻസ് -1 ഇൻറ്റു, എടാ അതിന്റെ കേസിൽ കോൺവെക്സിന്റെ കേസ് ആവുമ്പോഴേ നോക്കിയേ നിങ്ങൾ, ഒരു ലെൻസിന്റെ കേസിൽ R1 ഉണ്ടല്ലോ, R1 നമുക്ക് 20 എന്ന് എടുക്കേണ്ടി വരും, R2 നമുക്ക് -20 എന്ന് എടുക്കേണ്ടി വരും. കാരണം അതിന്റെ സെന്റർ ലെഫ്റ്റ് സൈഡിലല്ലേ വരുന്നതാ, ഇങ്ങനെയല്ലേ വരിക, അതിന്റെ സെന്റർ ഇവിടെ അല്ലേ വരിക. അപ്പം R2 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ R1 +20, R2 -20 അവിടെ കൊടുക്കാം. 1/20 മൈനസ് 1/-20 ഇങ്ങനെ കിട്ടും. 2 ഇൻറ്റു 1.6 -1 എന്ന് പറഞ്ഞാൽ 0.6 അല്ലേ? ഈ 0.6 എന്ന് പറഞ്ഞാൽ 6/10 ആണ്. 6/10 ഇങ്ങനെ എഴുതാം, അതായിരിക്കും എളുപ്പം. 1/∞ 0 ആയിപ്പോയി, -1/20. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് അല്ലേ? മൈനസ് മുമ്പിലിട്ടു, 1/20 ഇവിടെ എഴുതി. പ്ലസ് അടുത്തെന്താ? 1.5 -1. 1.5 -1 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 നമുക്ക് 1/2 എന്ന് എഴുതാം. ഇൻറ്റു, എടാ ഇതില് ഈ മൈനസ് പ്ലസ് ആവൂലേ? അപ്പൊ ഇത് 1/20 പ്ലസ് 1/20 ആണ്. അപ്പൊ 2/20. 2/20 എന്ന് പറഞ്ഞാൽ 1/10 ഇങ്ങനെ വരും. റെഡി? ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാണ്ടോ നോക്ക്. ഇതാ ഇവിടെ മുകളിൽ എത്രയുള്ളത്? മൈനസ്, ഇതിവിടെ കട്ട് ചെയ്യാലോ അല്ലേ? ഇതിവിടെ കട്ട് ചെയ്താൽ അവിടെ 5 ആവും. ഇതിവിടെ കട്ട് ചെയ്താൽ ഇവിടെ എത്ര വരും? 3 വരും. ഓക്കെ, ഇവിടെ എത്ര വരും? കട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, ലാസ്റ്റ് കട്ട് ചെയ്യട്ടോ. നോക്കാം. -12 താഴെ എത്ര വരുന്നത്? 200 അല്ലേ? പ്ലസ് ഇവിടെ 1/20 എന്ന് പറഞ്ഞുള്ളത്. 1/20. ഇനി ഓപ്ഷൻസിൽ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നോക്കിയേക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഡിനോമിനേറ്ററിൽ 200 അല്ലേ ഉള്ളത്, ഇവിടെ 20 ഉള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിന്റെയും ഡിനോമിനേറ്റർ 200 ആക്കാം നമുക്ക്. അപ്പൊ ന്യൂമറേറ്റർ സെയിം ആയില്ലേ? -12 + 10 ഓൾ ഡിവൈഡ് ബൈ 200. അപ്പൊ എത്ര വന്നു? -2/200 അല്ലെങ്കിൽ -1/100. ഇത് 1/F ഇക്വലന്റ്. അപ്പൊ F ഇക്വലന്റ് എത്രയാണ്? -100 സെന്റിമീറ്റർ. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 4.